ഇപ്രാവശ്യത്തെ ഇലക്ഷനെ പറ്റി സാറിന്റെ വീക്ഷണം എങ്ങനെ? ഇലക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടുപേരും സിനിമാ നടന്മാരാണ്. ഒരു അഭിനയത്തിൽ അവരൊക്കെ നല്ല ഇതാണ്. പക്ഷെ രാഷ്ട്രീയം വരുമ്പോൾ നമുക്ക് ചോദ്യം ഒന്നേ ഉള്ളൂ. രാഷ്ട്രീയത്തിൽ 100% പ്രേമചന്ദ്രൻ. ഞാനൊരു നിഷ്പക്ഷപാർട്ടിയാണ്. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ പ്രേമചന്ദ്രൻ സാർ തന്നെ. എഡ്യൂക്കേഷനെ സംബന്ധിച്ച് നോക്കിയാൽ പാർലമെന്റിൽ പോയാൽ കുറച്ച് അഭിനയവും കുറച്ച് മലയാളം മാത്രം അറിയുന്നത് മാത്രമല്ലല്ലോ, നമുക്ക് വ്യക്തമായ ഒരു ധാരണ വേണമല്ലോ. പോയി നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക എന്ന് പറയുന്ന, പ്രത്യേകിച്ച് എഡ്യൂക്കേഷനെ പറ്റി നന്നായിട്ട് പഠിച്ച് അതിനെപ്പറ്റി സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ് തീർച്ചയായിട്ടും. നോക്കിയാൽ നമ്മളെ യൂട്യൂബൊക്കെ എടുത്ത് വെച്ച് നോക്കിയാൽ തന്നെ സാറ് ഈ ലിങ്ക് ഒന്ന് കണ്ടു നോക്കേ. Take part in the discussion on a very important bill, providing a central university. പറയുന്ന കാര്യങ്ങളെല്ലാം അതെ, സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ പറ്റിയിട്ട് ഒരു സ്പീച്ച് നടത്തിയതാ തെലങ്കാനയുടെ. Honoring the commitment made by the Andhra Pradesh State Reorganization Act in the year 2014, for which series of agitations we have witnessed even in this house. One of the demands of that state is being fulfilled. In that way, it is to be appreciated. ഇതേപോലെ നമ്മളെ പാർലമെന്റിൽ പോയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ യൂത്തിന്റെ പ്രശ്നങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നങ്ങൾ കറക്റ്റായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ്. പൂർണ്ണമായി എനിക്ക് തോന്നുന്നു നല്ലൊരു ഭൂരിപക്ഷത്തോട് നല്ല ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളതാണ് നമ്മളെല്ലാവരും. ഈ ഒരു കാര്യത്തിൽ പ്രേമേന്ദ്ര കാര്യത്തിൽ അത് 100% ഉറപ്പായി. സേമോ ജയിക്കണം, എല്ലാവരോടും പറയണം കേട്ടാ. നേരത്തെ ഉണ്ടായിരുന്നോ? ഇലക്ഷനൊക്കെ എന്താ അവിടെ പോയി? വനിതകൾക്ക് പോകടിച്ചല്ലോ. 1 ലക്ഷം രൂപ നമ്മുടെ ഇന്ത്യ മുന്നണി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വനിതകൾക്ക് കുറച്ച് കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ അറിയാമോ? അതെ, രാഹുൽ ഗാന്ധി ഭരണത്തിൽ വന്നാൽ നിർധനരായ സ്ത്രീകൾക്ക് 1 ലക്ഷം രൂപ കിട്ടുമെന്നുള്ളത് അത് ഞങ്ങളെ പോലുള്ള സ്ത്രീകൾക്ക് ഏക ആശ്വാസമാണ്. സാധാരണക്കാർ. അതെ അതെ. മെമ്പർ ഇവിടെ ഇരിക്കുകയായിരുന്നോ? ഞാൻ മെമ്പറെ തിരക്കിയാ വന്നത്. എങ്ങനെയുണ്ട് മാഷേ, സുഖാണോ? എങ്ങനെയുണ്ട് നമ്മുടെ പാർട്ടിയുടെ ഒക്കെ? നല്ല രീതിയിൽ പോകുന്നുണ്ടോ? നമ്മുടെ പ്രേമേന്ദ്രൻ സാർ തന്നെ ഒരു തർക്കവുമില്ല. അത് മെമ്പറെ അവിടെ എന്റെ വാർഡിലേ ഒരുപാട് വർക്കുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ മെമ്പറും കൂടെ ഒന്ന് വന്നാ നമുക്ക് ഒരുപാട് വർക്ക് പിടിക്കാൻ പറ്റും. അതുപോലെ ദിലീപ് മെമ്പറെ കൂടെ മെമ്പർ ഒന്ന് വിളിക്കണം. ചേച്ചി വിളിച്ചാൽ മതി. ദിലീപ് മെമ്പറും കൂടെ ചേച്ചിയുടെ വാർഡിലേക്ക് വരാം. അപ്പൊ ശരി മെമ്പറെ, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ശരി 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 മാഷേ, ഓക്കെ, ബൈ. പിന്നെ എങ്ങനെ നടക്കുന്നു? ഗംഭീരൊക്കെ വായിക്കാൻ മെമ്പറെ 5 മണിക്കൂർ തുടർച്ചയായിട്ട് ഇന്ത്യക്ക് വേണ്ടി സംസാരിച്ച ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയൻ ഇന്ത്യ പ്രേമചന്ദ്രൻ 3 ലക്ഷത്തിലധികം വോട്ടിന് ജയിക്കും. ജനങ്ങൾക്കുള്ള ഒരു സംസാര രീതി അങ്ങനെയാണ്. ചാത്തന്നൂർ മേഖലയിൽ ചിറക്കരയും ഇതേ കണക്ക് തന്നെ വളരെ ശക്തമായ മത്സരം, നല്ല മത്സരം. നല്ല ഭൂരിപക്ഷം ആൾക്കാരും ഇതിനൊക്കെ അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നത്. ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ പാർട്ടി രാഷ്ട്രീയ ജാതി ഒന്നുമില്ല. NK പ്രേമചന്ദ്രന് വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ പോയി ജനങ്ങൾ ആവേശമൂത്ത് നിൽക്കുക. ഇനി വോട്ടിന്റെ ദിവസം വന്നാൽ മതി. അത് മാത്രമല്ല, അദ്ദേഹം അത് അഡ്വക്കേറ്റ് ആയതുകൊണ്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും നല്ലൊരു വ്യക്തിത്വം കൂടി അദ്ദേഹത്തിനുണ്ട്. സാധാരണ നമ്മുടെ MP കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം തൊടുന്നിടത്തെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ചൊരു വ്യക്തിയാണ്. മുല്ലപ്പെരിയാർ വിഷയം, ആ വിഷയത്തിന് നമ്മുടെ മന്ത്രിയായിരുന്ന കാലത്ത് NK പ്രേമചന്ദ്രൻ ആ വിഷയം വ്യക്തമായി അവതരിപ്പിക്കുകയാണ് ചെയ്തത്. രാധാകൃഷ്ണൻ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ MP ബഹുമാനപ്പെട്ട പ്രേമചന്ദ്രൻ സാർ ഇന്ത്യ ഗവൺമെന്റിന്റെ
ഏറ്റവും വലിയ അവാർഡുകളൊക്കെ കൊടുത്ത് ഏറ്റവും നല്ല രീതിയിൽ അംഗീകരിച്ച് വേൾഡിൽ അറിയപ്പെടുന്ന ഒരു MP ആയിട്ട് മാറിക്കഴിഞ്ഞു. ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് ഈ അറിവും സകലതും ബാക്കിയുള്ളവർക്ക് അതിന് മറുപടി പറയാനൊക്കാത്ത രീതിയിൽ അസിസ്റ്റന്റ് സ്പീക്കർ സ്ഥാനം വരെ കിട്ടിയ ആളാണ്. അതിൽ കൂടുതൽ നമുക്ക് കേരളത്തിന് എന്താണ് വേണ്ടുന്നത്? അതുകൊണ്ട് അദ്ദേഹത്തെ ഇപ്പോഴത്തെ ഇലക്ഷന് വേണ്ടി നമ്മൾ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു വിടണം. അതാണ് നമ്മുടെ കടമ, ആവശ്യം. കൊല്ലത്തിന്റെ വികസനത്തിന് നിങ്ങളുടെ ഓരോ വോട്ടും NK പ്രേമചന്ദ്രന് നൽകി വിജയിപ്പിക്കുക.